നമ്മുടെ നിയമം സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണന നൽകുന്നുണ്ട്. എന്നാൽ ആ പരിഗണന മുതലെടുത്ത് സമൂഹത്തിൽ എന്തുമാവാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരുപാട് സിനിമകളിൽ ഒരു സിനിമയാണ് 2019 റിലീസായ ഗാനഗന്ധർവൻ എന്ന് പറയുന്നത്. ഇത്തരം സ്ത്രീകളുടെ നെറുകെട്ട പ്രവൃത്തി കാരണം സമൂഹത്തിൽ ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കൂടി പ്രതികരിക്കാനുള്ള കഴിവ് ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ധൈര്യം നഷ്ടപ്പെടും എന്നുകൂടി ഈ സിനിമ നമ്മൾ ഓർമ്മിക്കും. 2019 റിലീസായി മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രതി പൂവങ്കോഴി എന്ന് പറയുന്ന സിനിമയിൽ ഇത്തരത്തിലൊരു സീൻ നമുക്ക് കാണാൻ സാധിക്കും. അത്തരക്കാരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുക തന്നെ. എന്നാൽ 2025 ദിലീപ് നായകനായി പ്രിൻസ് ആൻഡ് ദ ഫാമിലി കാണുന്നത് പോലെ റീച്ചിന് വേണ്ടി എന്ത് ചറ്റത്തരവും കാണിക്കാൻ നിൽക്കുന്ന ആളുകളെ, അത്തരത്തിലുള്ള വിഷജന്തുക്കളെ നമ്മൾ മാറ്റി നിർത്തുക. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടത് റീച്ച് മാത്രമാണ്. എന്നാൽ ഇതുമൂലം സമൂഹത്തിൽ കഷ്ടതയും വേദനയും മാനക്കേട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരക്കാരുടെ വേദനയോ വിഷമങ്ങളോ ഒന്നും ഇവർക്കൊരു വിഷയമേ. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് അറിയാതെ പറഞ്ഞു പോവാണ്. ഒരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട നമ്മൾ കാണേണ്ടി വന്നു. പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്.